മോട്ടറോളയുടെ 23,000 രൂപ പ്രൈസ് റേഞ്ചിൽ ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള പുതിയ സ്മാർട്ട് ഫോണാണ് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷൻ. അതുപോലെ തന്നെ റിയൽമിയുടെ ഇപ്പം 25,000 രൂപയ്ക്ക് താഴെ അവൈലബിൾ ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ് റിയൽമി 12 പ്രോ. ഈ ഒരു വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനും അതുപോലെ തന്നെ റിയൽമി 12 പ്രോയും തമ്മിലുള്ള ഒരു കമ്പാരിസൺ ആണ്. നമ്മൾ ആദ്യം ഡിസ്പ്ലേയുടെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോള എഡ്ജ് 50 ഫ്യൂഷനിൽ 6.6 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. റിയൽമി 12 പ്രോയിൽ 6.5 ഇഞ്ചിൻ്റെ ഫുൾ HD പ്ലസ് ഡിസ്പ്ലേ ആണ് വരുന്നത്. അപ്പോൾ ഡിസ്പ്ലേ സൈസിൻ്റെ കാര്യത്തിലൊന്നും കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല. മോട്ടറോളയിൽ OLED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. റിയൽമിയിൽ AMOLED ഡിസ്പ്ലേയും കൊടുത്തിട്ടുണ്ട്. ഇത് തമ്മിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ രണ്ട് ഫോണുകളിലും കർവ്ഡ് ആയിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പഞ്ചോൾ ഡിസൈനാണ് രണ്ട് ഫോണുകളിലും വരുന്നത്. പഞ്ചോൾ വരുന്ന ടോപ്പ് സെൻറ്റർ ഭാഗത്തായിട്ടാണ്. മോട്ടറോളയിൽ 144 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ 120 ഹെർട്സിൻ്റെ റീഫ്രഷ് റേറ്റ് ആണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള റീഫ്രഷ് റേറ്റ് മോട്ടറോളയിൽ വരുന്നുണ്ട്. അതുമാത്രമല്ല മോട്ടറോളയിൽ 360 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റും വരുന്നുണ്ട്. റിയൽമിയിൽ 240 ഹെർട്സിൻ്റെ ടച്ച് സാമ്പിളിംഗ് റേറ്റ് ആണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള ടച്ച് സാമ്പിളിംഗ് റേറ്റും മോട്ടറോളയിൽ വരുന്നുണ്ട്. ഈ രണ്ട് ഫോണുകളിലും 10 ബിറ്റ് ഡിസ്പ്ലേ ആണ് വരുന്നത്. പിന്നെ മോട്ടറോളയിൽ 720 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ വരുന്നുണ്ട്. റിയൽമിയിൽ 2160 ഹെർട്സിൻ്റെ PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചറാണ് വരുന്നത്. അപ്പം ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ നമുക്ക് റിയൽമിയിൽ ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. മോട്ടറോളയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 1600 നിറ്റ്സ് ആണ്. റിയൽമിയുടെ പീക്ക് ബ്രൈറ്റ്നസ് വരുന്നത് 950 നിറ്റ്സ് ആണ്. അപ്പോൾ നല്ല സൺലൈറ്റ് ഒക്കെ ഉള്ള കണ്ടീഷൻസിൽ നമ്മൾ ഫോൺ യൂസ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് മോട്ടറോളയിൽ നമുക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയുടെ ഫ്രണ്ടിൽ ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ റിയൽമിയിൽ പ്രൊട്ടക്ഷൻ ഏതാണ് എന്നുള്ള കാര്യം കറക്റ്റ് അവർ മെൻഷൻ ചെയ്തിട്ടില്ല. ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ എന്തായാലും അവർ അത് മെൻഷൻ ചെയ്തേനെ. അപ്പോൾ ബെറ്റർ ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ മോട്ടറോളയിൽ വരുന്നുണ്ട് എന്ന് പറയാവുന്നതാണ്. അപ്പോൾ ഡിസ്പ്ലേ ഫീച്ചേഴ്സ് മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും ടച്ച് സാമ്പിളിംഗ് റേറ്റും ഒക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസും ഗൊറില്ല ഗ്ലാസ് 5ൻ്റെ പ്രൊട്ടക്ഷനും ലഭിക്കുന്നുണ്ട്. റിയൽമിയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അപ്പോൾ ഡിസ്പ്ലേയുടെ കാര്യത്തിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ രണ്ട് ഫോണുകളിലും ഇൻ ഡിസ്പ്ലേ ഫിംഗർ പ്രിന്റ് സെൻസർ കൊടുത്തിട്ടുണ്ട്. മോട്ടറോളയുടെ വെയിറ്റ് വരുന്നത് 175 ഗ്രാമാണ്. റിയൽമിയുടെ വെയിറ്റ് വരുന്നത് 190 ഗ്രാമാണ്. അപ്പോൾ സെയിം ബാറ്ററി കപ്പാസിറ്റി ആണ് എന്നുണ്ടെങ്കിലും മോട്ടറോളയിൽ വെയിറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അത് നല്ലൊരു കാര്യം തന്നെയാണ്. അതുപോലെ തന്നെയാണ് തിക്നെസ്സിൻ്റെ കാര്യം. മോട്ടറോളയുടെ തിക്നെസ് വരുന്നത് 7.8 mm ആണ്. റിയൽമിയുടെ തിക്നെസ് വരുന്നത് 8.75 mm ആണ്. അപ്പോൾ തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവ് മോട്ടറോളയിലാണ്. പിന്നെ മോട്ടറോളയിൽ IP68 റേറ്റിംഗ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. റിയൽമിയിൽ IP65 റേറ്റിംഗ് തന്നെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ബെറ്റർ ആയിട്ടുള്ള IP റേറ്റിംഗ് മോട്ടറോളയിൽ തന്നെയാണ് വരുന്നത്. അപ്പം ഈ ഒരു കാര്യത്തിലും മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. പിന്നെ ഡിസൈൻ എന്നുള്ളത് പേഴ്സണൽ പ്രിഫറൻസ് ആണ്. ഇതിൽ നിങ്ങൾക്ക് ഏത് ഡിസൈനാണ് ഇഷ്ടപ്പെട്ടത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി പ്രോസസ്സറിൻ്റെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ സ്നാപ്ഡ്രാഗൺ 7s Gen 2 എന്ന പ്രോസസ്സറാണ് വരുന്നത്. റിയൽമിയിൽ സ്നാപ്ഡ്രാഗൺ 6 Gen 1 എന്ന പ്രോസസ്സറും വരുന്നുണ്ട്. ഈ രണ്ട് പ്രോസസ്സർ നമ്മൾ കമ്പയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭയങ്കര വലിയ ഡിഫറൻസ് ഒന്നും ഈ രണ്ട് പ്രോസസ്സറുകളും തമ്മിൽ വരുന്നില്ല. എന്നാലും സ്ലൈറ്റ്ലി ബെറ്റർ സ്നാപ്ഡ്രാഗൺ 7s Gen 2 ആണ് എന്നൊക്കെ പറയാവുന്നതാണ്. അപ്പോൾ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ മോട്ടറോളയിലാണ് വരുന്നത്. എന്ന് വിചാരിച്ചിട്ട് ഭയങ്കര വലിയ ഡിഫറൻസ് അല്ല, ചെറിയൊരു ഡിഫറൻസ് ഒക്കെ ഉണ്ടാവുള്ളൂ. പിന്നെ മോട്ടറോളയിൽ 5G സപ്പോർട്ടിൽ 12 5G ബാൻഡ്സ് ആണ് വരുന്നത്. റിയൽമിയിൽ 5G സപ്പോർട്ടിൽ 9 5G ബാൻഡ്സ് ആണ് വരുന്നത്. അപ്പോൾ കൂടുതൽ 5G ബാൻഡ്സ് മോട്ടറോളയിൽ വരുന്നുണ്ട്. രണ്ട് ഫോണുകളുടെയും ബേസ് വേരിയന്റിൽ 8GB RAM 128GB ഇന്റേണൽ ആണ് വരുന്നത്. പിന്നെ രണ്ട് ഫോണുകളിലും 12GB RAM 256GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. റിയൽമിയിൽ ഇത് കൂടാതെ 8GB RAM 256GB ഇന്റേണൽ വെർഷനും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും LPDDR4Xന്റെ RAM ആണ് ഉപയോഗിച്ചിരിക്കുന്നത്. മോട്ടറോളയിൽ UFS 2.2 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. എന്നാൽ റിയൽമിയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള UFS 3.1 സ്റ്റോറേജ് ടൈപ്പ് വരുന്നുണ്ട്. മെമ്മറി എക്സ്പാൻഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും മെമ്മറി കാർഡ് സ്ലോട്ട് കൊടുത്തിട്ടില്ല. അപ്പം മെമ്മറി എക്സ്പാൻഡ് ചെയ്യാൻ പറ്റില്ല. മോട്ടറോളയിൽ നമുക്ക് NFC-യുടെ സപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു കാര്യത്തിൽ മോട്ടറോളയ്ക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും സ്റ്റീരിയോ സ്പീക്കേഴ്സും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും ഡോൾബി അറ്റ്മോസിന്റെ സൗണ്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ രണ്ട് ഫോണുകളിലും 3.5 mm ഓഡിയോ ജാക്ക് കൊടുത്തിട്ടില്ല. രണ്ട് ഫോണുകളും വരുന്നത് Android 14 ബേസ് ആയിട്ടുള്ള സോഫ്റ്റ്വെയറുമായിട്ടാണ്. മോട്ടറോളയിൽ HelloU സോഫ്റ്റ്വെയർ ആണ് വരുന്നത്. റിയൽമി സോഫ്റ്റ്വെയറും വരുന്നുണ്ട്. രണ്ട് ഫോണുകളിലും 2 കൊല്ലത്തെ OS അപ്ഡേറ്റും 3 കൊല്ലത്തെ സെക്യൂരിറ്റി അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നതായിരിക്കും. സോഫ്റ്റ്വെയറിന്റെ കാര്യത്തിൽ നിങ്ങൾ ഏതാണ് പ്രിഫർ ചെയ്യുന്നത് എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യുക. ഇനി ക്യാമറയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ ഫോണിന്റെ പിന്നിൽ ഡ്യുവൽ ക്യാമറ സെറ്റപ്പാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ ഫോണിന്റെ പിന്നിൽ ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പും വരുന്നുണ്ട്. മോട്ടറോളയിൽ 50 മെഗാപിക്സലിന്റെ സോണി LYT 700Cയുടെ മെയിൻ ക്യാമറ സെൻസറാണ് കൊടുത്തിരിക്കുന്നത്. റിയൽമിയിൽ 50 മെഗാപിക്സലിന്റെ സോണി IMX882ന്റെ മെയിൻ ക്യാമറ സെൻസർ കൊടുത്തിട്ടുണ്ട്. രണ്ടിലും OSന്റെ സപ്പോർട്ടൊക്കെ വരുന്നുണ്ട്. പിന്നെ മോട്ടറോളയിൽ 13 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസും വരുന്നുണ്ട്. റിയൽമിയിൽ 8 മെഗാപിക്സലിലെ അൾട്രാ വൈഡ് ആംഗിൾ ലെൻസ് ആണ് കൊടുത്തിരിക്കുന്നത്.
പിന്നെ റിയൽമിയിൽ ഇത് കൂടാതെ 32 മെഗാ പിക്സൽ ഒരു ടെലിഫോട്ടോ ലെൻസും വരുന്നുണ്ട്. ഈ ഒരു കാര്യത്തിൽ റിയൽമിക്ക് ഒരു അഡ്വാൻറ്റേജ് വരുന്നുണ്ട്. ക്യാമറ കമ്പാരിസൺസ് ഒക്കെ നമ്മൾ മറ്റു സൈറ്റുകളിൽ ചെക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം മനസ്സിലായിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ബാക്ക് ക്യാമറയിൽ രണ്ട് ഫോണിലും അത്യാവശ്യം തിരക്കുകളില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. എന്നാലും റിയൽമിയിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പോർട്രേറ്റ് ഫോട്ടോസും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസ് ഒക്കെ വരുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് ക്യാമറയുടെ കാര്യത്തിൽ ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ എക്സ്ട്രാ വേണമെന്നുണ്ടെങ്കിൽ റിയൽമി നോക്കാവുന്നതാണ്. സെൽഫി ക്യാമറയുടെ കാര്യത്തിൽ റിയൽമിയിൽ 16 മെഗാ പിക്സൽ സെൽഫി ക്യാമറ ആണ് വരുന്നത്. മോട്ടറോളയിൽ 32 മെഗാ പിക്സൽ സെൽഫി ക്യാമറയും കൊടുത്തിട്ടുണ്ട്. സെൽഫി ക്യാമറയുടെ കാര്യത്തിലും രണ്ട് ഫോണുകളും തിരക്കുകളില്ലാതെ പെർഫോം ചെയ്യുന്നുണ്ട്. അപ്പോൾ ക്യാമറയുടെ കാര്യത്തിൽ ഓവറോൾ നോക്കുമ്പോൾ കുറച്ചും കൂടി ബെറ്റർ റിയൽമി 12 Pro ആയിരിക്കും. ഒരു ടെലിഫോട്ടോ ലെൻസ് ഒക്കെ ഇതിൽ എക്സ്ട്രാ വരുന്നുണ്ട്. ഇനി ബാറ്ററിയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 5000 mAh ബാറ്ററിയാണ് വരുന്നത്. മോട്ടറോളയിൽ 68 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടും റിയൽമിയിൽ 67 വാട്ടിന്റെ ഫാസ്റ്റ് ചാർജിംഗ് സപ്പോർട്ടുമാണ് വരുന്നത്. അപ്പോൾ ചാർജിംഗ് സ്പീഡിന്റെ കാര്യത്തിലും ബാറ്ററി കപ്പാസിറ്റിയുടെ കാര്യത്തിലൊന്നും വലിയൊരു ഡിഫറൻസ് ഒന്നും വരുന്നില്ല. പിന്നെ ടൈപ്പ് സി ചാർജിംഗ് പോർട്ടും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ബാറ്ററിയുടെ കാര്യത്തിൽ കാര്യമായിട്ടുള്ള ഡിഫറൻസ് ഒന്നും വരുന്നില്ല. ഇനി വിലയുടെ കാര്യത്തിലോട്ട് വരികയാണെന്നുണ്ടെങ്കിൽ രണ്ട് ഫോണുകളിലും 12 GB റാം 256 GB ഇന്റേണൽ വെർഷൻ വരുന്നുണ്ട്. ഈ ഒരു വെർഷന്റെ വില ഇപ്പം നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെയിം ആണ്. 24,999 രൂപ പ്രൈസ് റേഞ്ചിലാണ് ഈ ഒരു വെർഷൻ വരുന്നത്. പക്ഷേ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യം എന്താ വെച്ചാൽ റിയൽമി 12 Proയുടെ ഇതിന്റെ താഴെ വരുന്ന വെർഷൻസിന്റെ വില ഇതിലും കൂടുതലായിട്ടാണ് ഇപ്പോഴത്തെ ഒരു ഇതിൽ കാണിക്കുന്നത്. ചിലപ്പോൾ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഇതിലും കുറഞ്ഞൊരു പ്രൈസ് റേഞ്ചിൽ കാണിച്ചേക്കാം. എന്തായാലും മോട്ടറോളയുടെ 8 GB റാം 128 GB ഇന്റേണൽ വെർഷന്റെ വില വരുന്നത് 22,999 രൂപയാണ്. റിയൽമിയുടെ ഈ വെർഷന്റെ ഇപ്പോഴുള്ള വില കാണിക്കുന്നത് 25,999 രൂപയാണ്. പിന്നെ 8 GB റാം 256 GB ഇന്റേണൽ വെർഷൻ റിയൽമിയിൽ വരുന്നുണ്ട്. ഇതിന്റെ വില ഇപ്പോൾ കാണിക്കുന്നത് 26,999 രൂപയാണ്. എന്തായാലും ഓവറോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ മോട്ടറോളയിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള റിഫ്രഷ് റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ടച്ച് സാമ്പിളിംഗ് റേറ്റും കുറച്ചും കൂടി ബെറ്റർ ആണ്. പിന്നെ ഇതിൽ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള പീക്ക് ബ്രൈറ്റ്നസ് വരുന്നുണ്ട്. അതുപോലെ തന്നെ കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ഗൊറില്ല ഗ്ലാസ് 5ന്റെ പ്രൊട്ടക്ഷനും ഇതിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ വെയിറ്റും തിക്നെസ്സും കമ്പാരിറ്റീവ്ലി കുറവാണ്. അതുപോലെ തന്നെ IP68 റേറ്റിംഗും ഇതിൽ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ഈ ഒരു ഫോണിൽ സ്ലൈറ്റ്ലി ബെറ്റർ ആയിട്ടുള്ള ഒരു പ്രോസസ്സർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ 5G ബാൻഡ്സും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. പിന്നെ NFC-യുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഇതിൽ വരുന്നുണ്ട്. ഈ ഒരു ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള ലോ ലൈറ്റ് പെർഫോമൻസും കാര്യങ്ങളൊക്കെ ക്യാമറയിൽ ലഭിക്കുന്നുണ്ട്. പിന്നെ ഈ ഫോണിന് വില കമ്പാരിറ്റീവ്ലി കുറവാണ്. 23,000 രൂപ പ്രൈസ് റേഞ്ച് മുതൽ തന്നെ ഈ ഫോൺ നമുക്ക് ലഭിക്കുന്നുണ്ട്. റിയൽമി 12 Proയുടെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഫോണിൽ നമുക്ക് കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള PWM ഡിമ്മിംഗ് എന്നുള്ള ഫീച്ചർ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ക്യാമറയിൽ ടെലിഫോട്ടോ ലെൻസും കാര്യങ്ങളൊക്കെ നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇതൊക്കെയാണ് ഈ രണ്ട് ഫോണിനെ പറ്റി പറയാനുള്ള കാര്യങ്ങൾ. ഈ രണ്ട് ഫോണുകളിൽ നിങ്ങൾ ഏത് ഫോൺ സെലക്ട് ചെയ്യും എന്നുള്ള കാര്യം ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക.